കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ 10ാം സീസൺ മികച്ച രീതിയിൽ തന്നെ തുടങ്ങി. പല പ്രധാന താരങ്ങളുടെയും പരിക്കിൽ തിരിച്ചടികൾ നേരിട്ടതുകൊണ്ട് ഇടയ്ക്ക് പലതവണ കാലിടറിയെങ്കിലും ആദ്യഘട്ടം മികച്ച രീതിയിൽ തന്നെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം കൈയടക്കിക്കൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ആദ്യഘട്ടത്തിലെ മികവ് തുടരാനായില്ല. ആദ്യ മത്സരത്തിൽ തന്നെ ഒഡീഷ FC-യോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. സൂപ്പർ കപ്പിലെ തോൽവിക്ക് പുറമെ ഇതുകൂടി ആയപ്പോൾ ആരാധകരൊന്നും അത്ര സംതൃപ്തരല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രകടനത്തിൽ. ഇനി ഈ ഫെബ്രുവരിയിൽ തന്നെ 3 നിർണായക മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. എന്ത് വില കൊടുത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ 3 മത്സരങ്ങളിലും വിജയിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഈ സീസണിലെ ഷീൽഡ് പ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സിന് സജീവമാകാൻ സാധിക്കൂ. നിലവിൽ 13 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുമായി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ FC-യുമായി 5 പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോയിന്റ് ടേബിളിൽ മുന്നിൽ നിൽക്കുന്ന FC ഗോവയും ഒഡീഷ FC-യും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചതോടെ പോയിന്റുകൾ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 ടീമുകളുമായുള്ള പോയിന്റ് വ്യത്യാസം ബ്ലാസ്റ്റേഴ്സിന് കുറഞ്ഞു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന 3 മത്സരങ്ങളും ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമാകാൻ വളരെ നിർണായകമെന്ന് പറഞ്ഞത്. ഫെബ്രുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന മത്സരങ്ങൾ 12ാം തീയതി പഞ്ചാബ് FC-യുമായുള്ള ഹോം മാച്ച്, അത് കഴിഞ്ഞ് 16ാം തീയതി ചെന്നൈ FC-യുമായുള്ള എവേ മാച്ച്, പിന്നീട് 25-ന് FC ഗോവയുമായുള്ള ഹോം മാച്ച്. ഇതിൽ ഗോവയുമായുള്ള മത്സരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് വരിക. എന്നാൽ പഞ്ചാബ് FC-യെയും ചെന്നൈ FC-യെയും എഴുതി തള്ളാനും സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ കണ്ട പഞ്ചാബ് FC ഒന്നുമല്ല രണ്ടാം ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ബംഗളൂരു FC-യെ 1-നെതിരെ 3 ഗോളുകൾക്ക് തകർത്ത ആത്മവിശ്വാസവുമായാണ് ISL-ൽ തുടക്കക്കാരായ പഞ്ചാബ് FC നിൽക്കുന്നത്. അതുപോലെ ചെന്നൈ FC ഈ സീസണിൽ കാര്യമായ മികച്ച പ്രകടനങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് കഠിനകരം തന്നെയാണ് ചെന്നൈ FC-യുമായുള്ള മത്സരം. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് 3 ഗോളുകൾ അടിച്ചിട്ട് പോയവരാണ് ചെന്നൈ FC. നമ്മൾ 3 എണ്ണം തിരിച്ചടിച്ച് സമനില ഇടിച്ചു എന്നത് ശരി തന്നെയാണ്. ബട്ട് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് 3 എണ്ണം അടിച്ചെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ FC ഗോവയെ പോലെ തന്നെ ചലഞ്ചിങ് ടീമുകൾ തന്നെയാണ് പഞ്ചാബ് FC-യും ചെന്നൈ FC-യും. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരിയിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് കഠിനകരമായ 3 നിർണായക മത്സരങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.